വൈ ആർ യു ഹൈഡിങ് ഇൻ ദ ടെൻറ്റ്? നീ എന്താണ് കൂടാരത്തിൽ ഒളിച്ചിരിക്കുന്നത്? വൈ ആർ യു ഹൈഡിങ് ഇൻ ദ ടെൻറ്റ്? പലപ്പോഴും ദൈവം നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ ഒളിച്ചിരിക്കും. ദൈവം വിളിക്കാത്തപ്പം നമ്മളവിടെ പോയി നോക്കി നിൽക്കും. ഇതൊക്കെ നമുക്ക് അറിയണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വേണം. പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ബോധം വരുന്നെങ്കിൽ ദൈവം നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ ഉറങ്ങിക്കിടക്കുന്നവരാണേലും ഉണർന്ന് കേൾക്കും. അതാണ് ദൈവത്തിൻ്റെ വലിയ വിശ്വസ്തത. അവൻ വിശ്വസ്തൻ തന്നെ. അവൻ വാക്കു പറഞ്ഞാൽ വാക്ക് മാറത്തില്ല. ഇതൊക്കെ നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പിക്കാൻ ഇഷ്ടം പോലെ വചനങ്ങൾ നമ്മുടെ വേദപുസ്തകത്തിൽ നമുക്ക് എന്തുണ്ട്? അനുഭവങ്ങളുടെ വെളിച്ചം. പഴയ നിയമത്തിലേക്ക് നോക്കുമ്പോഴത്തേക്ക് ഈ ജീവിതത്തിൽ ദൈവം ഓരോ തട്ടിലും ഓരോ സ്റ്റെപ്പിലും ഇറങ്ങി വന്ന് ദൈവത്തെക്കുറിച്ച് പഠിപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ പേരുകൾ ഓരോന്ന് പറഞ്ഞു കൊടുക്കാൻ നേരത്തെ ഓരോ അനുഭവത്തിൽ കൂടെയാണ് ദൈവം തൻ്റെ പേര് പോലും വെളിപ്പെടുത്തി കൊടുക്കുന്നത്. അങ്ങനെ ദൈവത്തിന് നമ്മൾ അറിയണമെങ്കിൽ കർത്താവിൻ്റെ അടുക്കിലേക്ക് ഓടിച്ചെല്ലണം. വൈ ആർ യു ഹൈഡിങ് എന്ന് ദൈവം ചോദിക്കുകയാണ്. അതിൻ്റെ എടുത്തിരിക്കുന്ന ഭാഗം ഉൽപ്പത്തി 18-ാം അധ്യായമാണ്. ഉൽപ്പത്തി 18-ാം അധ്യായത്തിൽ ദൈവം അബ്രഹാമിനെ കാണുന്ന സ്ഥലമാണ്. നമുക്ക് വായിക്കാം. അനന്തര യഹോവ അബ്രഹാമിന് മർമ്മയുടെ തോപ്പിൽ വെച്ച് പ്രത്യക്ഷനായി. വെയിൽ ഉറച്ചപ്പോൾ അവൻ കൂടാരത്തിലെ വാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. അവൻ തലപൊക്കി നോക്കിയപ്പോൾ 3 പുരുഷന്മാർ തൻ്റെ നേരെ നിൽക്കുന്നതാണ്. അവരെ കണ്ടപ്പോൾ അവൻ കൂടാരവാതിൽക്കൽ നിന്ന് അവരെ എതിരേൽപ്പാൻ ഓടിച്ചെന്ന് നിലം വരെ കുനിഞ്ഞ്, യജമാനനെ, എന്നോട് കൃപയുണ്ടെങ്കിൽ അടിയനെ കടന്നു പോകരുതേ. എന്നിട്ട് അവിടെ അസാരം വെള്ളം കൊണ്ടുവന്നിട്ട് കാലുകൾ കഴുകട്ടെ, വൃക്ഷത്തിൻ്റെ കീഴിലിരിപ്പീൻ, ഞാനൊരു മുറി അപ്പം കൊണ്ടുവരാം, വിശപ്പടക്കിയിട്ട് നിങ്ങൾ അതിനായിട്ടല്ലോ നിങ്ങൾ അടിയൻ്റെ അടുക്കൽ വന്നിരിക്കുന്നു. അത് പറഞ്ഞതുപോലെ ആകട്ടെ എന്ന് അവർ പറഞ്ഞു. ഇത്ര നിർത്തുകയാണ്. അപ്പം മമ്രയുടെ തോപ്പിൽ ഇരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മളിങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാതെ നോക്കിയിരിക്കാം. നമ്മുടെ മക്കളായിരിക്കാം, നമ്മുടെ മക്കളെക്കുറിച്ചായിരിക്കാം, നമ്മുടെ ഭർത്താവായിരിക്കാം. നമ്മൾ അറിയുന്നത് എന്തിനി അടുത്ത പടി എന്തെന്ന് വയ്യ. പലപ്പോഴും അങ്ങനത്തെ സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ? അടുത്ത പടി എന്തെന്ന് പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ കൂടുതൽ വചനം പറയുമ്പം കൂടുതൽ ഹേമിക്കുന്നതായ പ്രശ്നങ്ങൾ വരാറുണ്ട്. പക്ഷേ ഈ പ്രശ്നങ്ങളൊക്കെ വന്നാലും ഞാനിങ്ങനെ തീ പോലെ മുമ്പോട്ടങ്ങ് കയറിപ്പോവുകയാണ്. അത് ദൈവം തരുന്ന ഒരു കൃപയാണ്. പ്രശ്നമില്ലെന്നല്ല, പ്രശ്നത്തിൻ്റെ മുകളിൽ ചവിട്ടി നിന്നുകൊണ്ടാണ് കയറിപ്പോകുന്നത്. ദൈവം പറയുന്നത്, നീ മമ്രയുടെ തോപ്പിലിരിക്കുമ്പോൾ ഞാൻ അവിടെ വരികയാണ്. 3 പേര്, പിതാപുത്ര പരിശുദ്ധാത്മാ, 3 പേര് ഒന്നിച്ച് കാണാൻ വരികയാണ്. അതൊക്കെ എന്നെ പദവിയല്ലേ? നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ. സൃഷ്ടാവാം ദൈവത്തിൻ്റെ കൂടെയുള്ള പുത്രനെയും സർവ്വവ്യാപിയാകുന്ന പരിശുദ്ധാത്മാവിനെയും കൊണ്ട് നമ്മുടെ ഭവനത്തിലോട്ട് കയറി വരികയാണ്. ഉടനെ അത് മനസ്സിലാക്കി എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. പലപ്പോഴും നമ്മൾ മനസ്സിലാകുന്നില്ല ദൈവം അയക്കുന്ന ആളുകൾ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഉടനെ അബ്രഹാമിൻ്റെ ആത്മാവ് ഉടനെ തീ കത്തി. ഉടനെ ചെന്നിട്ട് പറഞ്ഞു, അയ്യോ എൻ്റെ വീട്ടിൽ കയറി ഭക്ഷണം കഴിച്ചു. അന്ന് അവരുടെ കൾച്ചറും അതാണ്. ആര് വന്നാലും ഭക്ഷണം കൊടുക്കണം. അങ്ങനെ ഭക്ഷണം ഉടനെ അവർ അപ്പം പറഞ്ഞു, കാല് ഞാൻ കഴുകിത്തരാം, ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി. അവരത് സമ്മതിച്ചു. അപ്പോൾ എത്ര നേരം എടുത്തു ഇവിടെ ഇരുന്നു എന്നൊന്നും നമുക്കറിയത്തില്ല. ഇവരൊരു വൃക്ഷത്തിൻ്റെ ചുവട്ടിലാണ് ഇരിക്കുന്നത്. നമ്മൾ വൃക്ഷം എന്ന് പറയുമ്പം ഏതൊരു ഭവനത്തിനും വൃക്ഷങ്ങൾ ആവശ്യമുണ്ട്. വൃക്ഷം ദൈവം തന്നെ ഒരു ദാനമാണ്. നമുക്ക് കുറച്ച് സ്ഥലമേ ഉള്ളെങ്കിലും വൃക്ഷങ്ങൾ നട്ടുവെക്കണം. അത് നിർബന്ധമാണ് ദൈവത്തിന്. തരിശായിട്ട് ഭൂമി ഇടരുത്. ഇതൊക്കെ ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത്. ഫലഭൂയിഷ്ടമായ സ്ഥലങ്ങൾ കിട്ടിയിട്ട് വെറും തരിശായിട്ട് കിടന്നാൽ അത് ഉദാസീനതയായിട്ട് ദൈവം കാണത്തുള്ളൂ. എന്നെ എക്സ്ക്യൂസ് പറഞ്ഞാലും ഇതൊക്കെ നമുക്കുണ്ട് ഈ ക്യാരക്ടർ. അതൊക്കെ മാറിപ്പോകട്ടെ. ദൈവത്തിൻ്റെ കൃപയുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ വരണമേ, ഭക്ഷണം കഴിക്കണം. അപ്പം അബ്രഹാം പറഞ്ഞത് അവരനുസരിച്ച് അവിടെ ഇരിക്കുകയാണ്. ഉടനെ തന്നെ അബ്രഹാം ഓടിച്ചെന്നിട്ട് 3 ഇടങ്ങഴി മാവെടുത്ത് കുഴച്ച് അപ്പം ഉണ്ടാക്കാൻ സാറായോട് പറയുന്നു. ഉടനെ വേറൊരു പശുക്കൂട്ടത്തിൽ ചെന്നിട്ട് ഇളയതും നല്ലതുമായ ഒരു കാളക്കിടാവിനെ പിടിച്ച് ബാല്യക്കാരന് അത് പുറത്ത് ഭക്ഷണം ഉണ്ടാക്കുന്നു. അപ്പോൾ അകത്ത് സാറാ ഭക്ഷണം ഉണ്ടാക്കുന്നു, പുറത്ത് ബാല്യക്കാരുണ്ടാക്കി. ഇതെല്ലാം കൂടെ ഭക്ഷണം ഒന്നിച്ച് അവർക്ക് മേശയിൽ നിരത്തി വെച്ച് ഇവരുടെ മുമ്പിൽ കൊണ്ട് കൊടുക്കുകയാണ്. വൃക്ഷത്തിൻ്റെ ചുവട് ഭക്ഷണം കഴിച്ചു തൃപ്തരായി എന്നുള്ളതാണ്. അതെപ്പോഴും വരുന്നവരെ തൃപ്തിയാക്കാനുള്ള കൃപ ചോദിച്ച് വാങ്ങിക്കണം. അത് ചിലർക്ക് ജന്മനാ ഉണ്ട്. അത് ജന്മനാ കിട്ടുന്നതെന്ന് വെച്ചാൽ അവരുടെ ഭവനങ്ങളിൽ അത് കണ്ടിട്ട് ചിലർക്കില്ല.
പക്ഷെ ഇല്ലാത്തവർക്കും ചോദിച്ചു വാങ്ങിക്കാം. ദൈവം എന്താണ് ചെയ്യേണ്ടത്, വരുന്നവർക്ക് കൊടുക്കാൻ, നീ അറിയാതെ ആരും വരത്തില്ലല്ലോ. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവം അതിന് വേണ്ടതായിട്ട്. എനിക്ക് ഓർമ്മയുണ്ട്, സൗദി അറേബ്യ വെച്ച് നമുക്ക് അറിയാവുന്ന നല്ലൊരു ഡോക്ടർ, അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ജോലി ആരെങ്കിലും വീട്ടിൽ വന്ന് ആ പുള്ളിയും ഭാര്യയും കൂടെ ഒന്നിച്ച് അടുക്കളയിൽ കയറി ഭക്ഷണം ഉണ്ടാക്കി ഭക്ഷണം കഴിപ്പിച്ചേ വിടും. ഇവരെപ്പോഴെങ്കിലും അവരൊരു അസ്തനൂറിലാണ് താമസിക്കുന്നത്, ഞങ്ങൾ കോബാറിൽ, കുറേ ദൂരമുണ്ട് അവിടുന്ന്. അവരെപ്പം നമ്മുടെ വീട്ടിൽ വരുന്ന ദിവസവും ഞാൻ ഒത്തിരി ഭക്ഷണം ഉണ്ടാക്കി വെക്കും, അറിഞ്ഞോ അറിയാതെ. അപ്പോഴെല്ലാം ഞാൻ പറയാറുണ്ട്, ഈ മനുഷ്യൻ അനേകർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്, ഞാൻ അറിഞ്ഞോ അറിയാതെ അവർക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാകും. കൊടുക്കും തോറും വർദ്ധിപ്പിച്ചു തരുന്ന ഒരു ദൈവം. വാരി വിതറി കൊടുക്കാനൊരു കൃപയുണ്ടെങ്കിൽ അത് ചെയ്യണം. അതുകൊണ്ട് നശിച്ചു എന്ന് പറഞ്ഞ് ദൈവത്തിന് ഇഷ്ടമില്ലാത്തടത്തല്ല കൊടുക്കേണ്ടത്, ഇഷ്ടമുള്ളിടത്ത്. അർഹിക്കുന്ന മക്കൾക്ക് കൊടുക്കാനുള്ള മനസ്സുണ്ടാകണം. അങ്ങനെ കൊടുക്കാനുള്ള മനസ്സ് അബ്രഹാമിനുണ്ടായിരുന്നു. ദൈവം അത് മാനിച്ചു. അവർ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഇതുവരെ സാറായുടെ കാര്യം ഒന്നും പറയുന്നില്ല, സാറയെക്കുറിച്ച് അത്ര കാര്യമായിട്ടൊന്നും. പക്ഷേ ഈ വന്ന 3 പേരും ഈ സാറായുടെ പേര് ചൊല്ലി വിളിക്കുന്നു എന്നുള്ള അതാണ് മനസ്സിലാക്കേണ്ടത്. നമ്മളകത്താണ് പ്രവർത്തിക്കുന്നത്. എൻ്റെ പേര് ചൊല്ലി വിളിക്കുന്ന ഒരു ദൈവം തക്ക സമയത്ത് അവൻ വിളിക്കും. എന്താ വിളിക്കുന്നത്? അവരുടെ അടുക്കൽ വൃക്ഷത്തിൻ്റെ കീഴിൽ അബ്രഹാം ശുശ്രൂഷിച്ചു നിന്നു. അവർ ഭക്ഷണം കഴിച്ചു. അവർ അവനോട്, നിൻ്റെ ഭാര്യ സാറ എവിടെ എന്ന് ചോദിച്ചതിന് കൂടാരത്തിലുണ്ട് എന്ന് അവൻ പറഞ്ഞു. എന്താണ്? നിൻ്റെ ഭാര്യ. അപ്പോൾ ഈ 3 പേർക്ക് ഇവരുടെ പേരറിയാമായിരുന്നു. പിതാവ് പുത്ര പരിശുദ്ധാത്മാവ്. എൻ്റെ പേരറിയാത്ത ദൈവമല്ല. അവൻ തക്ക സമയത്ത് എന്നെ വിളിക്കും. തക്ക സമയത്ത് എൻ്റെ വിഷയത്തിന് അവൻ എന്നെ വിളിച്ച് ഉത്തരം തരും. പറയാമോ? ധൈര്യമുണ്ടോ പറയാം? അവൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ കാണുന്ന ഒന്നും ശരിയല്ല, പക്ഷേ എനിക്കറിയാം എൻ്റെ ദൈവം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അവൻ ആകാശവും ഭൂമിയും ഇളക്കി അവൻ എനിക്ക് വേണ്ടി പേർ ചൊല്ലി വിളിച്ച് നമുക്കത് തരും. ഇവിടെയാണ് സാറായെ വിളിക്കുകയാണ്. ഇപ്പോഴാണ് സാറ ഇപ്പോൾ കൂടാരത്തിലുണ്ട്. സാറയെ വിളിച്ചിട്ട് എന്താ പറയുന്നത്? സാറയെ വിളിച്ചിട്ട് അവരുടെ ആവശ്യം എന്താണെന്ന് അറിയുന്നു. 1 ആണ്ട് കഴിഞ്ഞിട്ട് ഞാൻ നിൻ്റെ അടുക്ക് വരും, മടങ്ങി വരും. അപ്പോൾ നിൻ്റെ ഭാര്യ സാറയ്ക്ക് ഒരു മകനുണ്ടാകും എന്ന് പറഞ്ഞു. എന്തൊരു വാഗ്ദത്തമല്ലേ! സാറായോട് ചോദിച്ചില്ല എന്താ കുഴപ്പമെന്ന്, പക്ഷെ ദൈവം അറിയുന്നു. മച്ചിയെന്ന് പറഞ്ഞൊരവസ്ഥ ദൈവത്തിൻ്റെ ഇഷ്ടമുള്ള കാര്യമല്ല. പക്ഷെ ഇവിടെ സാറ മച്ചിയായിരുന്നു. ദൈവത്തിന് അറിയാമായിരുന്നു. ദൈവം പറയുന്നു, ഞാൻ നിനക്ക് ഒരു മകനെ തരും. സാറ കൂടാരവാതിക്കൽ അവൻ്റെ പിൻവശത്തെ കേട്ടുകൊണ്ട്. ഇപ്പോഴും സാറ പുറകിൽ തന്നെയാണ്. സാറ ഒരിക്കലും കൂടാരത്തിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ വന്ന് സാറ എന്നിട്ട് എന്ത് ചെയ്തു? സാറ കൂടാരവാതിക്കൽ അവൻ്റെ പിൻവശത്ത് കേട്ടുണ്ട്. എന്നാൽ അബ്രഹാമും സാറയും വയസ്സ് എന്ന് വൃദ്ധരാണ്. സ്ത്രീകൾക്കുള്ള പതിവ് സാറയ്ക്ക് നിന്നുപോയി. ആകയാൽ സാറ ഉള്ളുകൊണ്ട് ചിരിച്ചു. ദൈവം മുൻപിൽ ഒരിക്കലും ഇത് സാധിക്കത്തില്ല എന്ന് വിചാരിച്ചു കൊണ്ട് തന്നെ സാറ ചിരിക്കുന്നത്. വൃദ്ധയായിരിക്കുന്ന എനിക്ക് സുഖഭോഗമുണ്ടാകുമോ? എൻ്റെ ഭർത്താവും വൃദ്ധനാകുന്നു. യഹോവ അബ്രഹാമിനോട്, വൃദ്ധയായ ഞാൻ പ്രസവിക്കുന്നത് വാസ്തവമോ എന്ന് പറഞ്ഞ് സാറ ചിരിക്കും. അപ്പോൾ ദൈവം ചിന്തകൾ, അതായത് ഉറക്കെ പറയുന്നില്ല, ചിന്തിച്ചിട്ട് ചിരിച്ചെന്ന് ദൈവം അറിയും. നമ്മുടെ ചിന്തകൾ, ഭാരങ്ങൾ അറിയുന്നു. അപ്പം ദൈവം തന്നെ പറയുന്നു, എന്താ സാറ ചിരിച്ചത്? യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ട്, ദൈവത്തിന് കഴിയാത്ത. ഇത് നമ്മുടെ തലയ്ക്കകത്തിടണം. ഈ ലോകത്തിൽ എന്തെല്ലാം നക്ഷത്രത്തിൻ്റെ ഇടയ്ക്ക് കയറിയിരുന്നാലും, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്ന് കയറി തലയിരുന്നാലും ഇതിനൊന്നും ഒരു സ്ഥാനമില്ല. എനിക്ക് ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല എന്ന് പറയാനുള്ള ശക്തി വരണം. എന്നൊക്കെ കാണട്ടെ, ഏത് പർവ്വതം നിൽക്കട്ടെ, ഇടിഞ്ഞു പോകും. 1 ആണ്ട് കഴിഞ്ഞിട്ട് ഈ സമയമാകുമ്പോൾ ഞാൻ നിൻ്റെ അടുക്കൽ മടങ്ങി. സാറയ്ക്ക് ഒരു മകനുണ്ടാകുമെന്ന് അരുളി ചെയ്തു. സാറ ഭയപ്പെട്ടു, ഇല്ല ഞാൻ ചിരിച്ചില്ല എന്ന് പറഞ്ഞു. അങ്ങനെയല്ല, നീ തിരിച്ചു എന്നാണ്. അപ്പോൾ സാറ 2 പ്രാവശ്യം വേദപുസ്തകത്തിൽ ചിരിക്കുന്നുണ്ട്. ഒന്ന്, സാറായോട് ദൈവം പറയുന്നു, യഹോവ പറയുന്നു, അടുത്ത കൊല്ലം ഈ സമയമാകുമ്പോൾ നിനക്കൊരു മകനുണ്ടാകും. അപ്പോൾ സാറ ചിരിച്ചു. പക്ഷെ സാറ സമ്മതിക്കുന്നില്ല. പക്ഷെ ദൈവം സാറയ്ക്ക് ചിരി എന്ന് പേരുള്ള, ഇസഹാക്ക് മീൻസ് ചിരി,
ചിരി എന്ന പേരുള്ള ഒരു മകനെ കൊടുത്തപ്പോൾ സാറ ചിരിച്ചു. 2 പ്രാവശ്യം സാറ ചിരിക്കുന്നുണ്ട്. ദൈവം നമ്മളെ നടക്കത്തില്ല എന്ന് പറഞ്ഞ് നീ ദൈവം പറഞ്ഞ വാക്ക് ഉൾക്കൊള്ളാതെ ചിരിച്ചു എങ്കിലും അടുത്ത കൊല്ലം ഈ സമയമാകുമ്പോൾ നിൻ്റെ വിഷമത്തിന് ഞാൻ ഉത്തരം തന്നിരിക്കുന്നു. അതാണ് ചിരി. ഈ ചിരി വ്യത്യാസം. ഈ ചിരി ആർക്കും എടുത്ത് കളയണം. പിന്നെ ഇന്ന് വരെ സാറയെ മച്ചിയായിട്ട് കണ്ടിട്ടില്ല. സാറയുടെ സന്തതി വാഗ്ദത്തപുത്രനായ ഇസഹാക്ക് ചിരി തന്നെയാണ്. അതോടുകൂടി വാഗ്ദത്തപുത്രൻ ഭൂമിയിൽ വന്നു. അതിൻ്റെ പേരിൽ നമ്മളും ഇന്ന് അനുഗ്രഹിക്കപ്പെട്ടവരായി മാറിയിരിക്കുന്നു. ദൈവം ഒരാളെ തിരഞ്ഞെടുത്താൽ അതിന് വിപരീതമായിട്ട് ആർക്കും നിൽക്കാൻ സാധിക്കത്തില്ല. ദൈവം എന്നെ നിയോഗിച്ച് വിളിച്ചുവെങ്കിൽ ദൈവം നമ്മുടെ മേലിരിക്കും. നമ്മളെന്തിനാ പുറകിൽ? വൈ ആർ യു ഹൈഡിങ്? നീ എന്തിനാണ്? നമ്മൾ പറയാം, അയ്യോ ഇത് ഒത്തിരി നാളത്തെ പ്രാർത്ഥിച്ച വിഷയമല്ലേ, എൻ്റെ ദൈവം എനിക്ക് ഓർമ്മിച്ച് ചെയ്തെങ്കിലും മറ്റുള്ളവരുടെ മുമ്പ് ഇനി അത് പറയാനൊക്കത്തില്ല, എനിക്ക് അതുപോലെ എനിക്കിനി ഒന്നും ചെയ്യാനുള്ള കഴിവില്ല, എനിക്ക് പ്രായമായി പണമില്ല, എനിക്ക് ബലമില്ല എന്നൊക്കെ നമ്മൾ പറയുമ്പം ഐ ഡോ വോണ്ട് ടു സെർവ് എനിമോൺ എനിക്കിനി ആ ദൈവത്തിനെക്കുറിച്ച് ഇനി ദൈവത്തിന് വേണ്ടി എനിക്ക് നിൽക്കാനും പ്രയാസം എന്നൊക്കെ പറയുമ്പോൾ ദൈവം പറയുകയാണ്, നീ ഭയപ്പെടേണ്ട മോളെ, ഞാനല്ലേ ഈ വിഷയം എടുത്ത്, ഞാനല്ലേ നിൻ്റെ വീട്ടിൽ വന്നിരിക്കുന്നത്, ഞാനല്ലേ നിന്നോട് ഉത്തരം പറയാം. നീ എന്നെ തൃപ്തിപ്പെടും. നിൻ്റെ പ്രവൃത്തികളിലും നിൻ്റെ ചിന്തകളിലും നിൻ്റെ നടപ്പിലും നീ എന്നെ ആരാധിക്കുന്നതും നീ എനിക്ക് വേണ്ടി നിൽക്കുന്നതും ഞാൻ കണ്ടിരിക്കുന്നു. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. അത് നീതിയായിട്ട് കണ്ടതുകൊണ്ടാണ് അബ്രഹാമിന് മക്കളില്ലാഞ്ഞിട്ട് ഇപ്പോൾ 100 വയസ്സായി. 100 വയസ്സായപ്പം പിതാവുത്ര പരിശുദ്ധാത്മാവ് വ്യക്തിപരമായിട്ട് കടന്നു വന്നതുപോലെ നമ്മുടെ ജീവിതത്തിൽ പിതാവുത്ര പരിശുദ്ധാത്മാവ് കടന്ന് വന്നിരിക്കുന്നു. കഷ്ടങ്ങളിലും പ്രയാസങ്ങളിലും ദുരിതങ്ങളിലും ഇരിക്കുന്നവരോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, എനിക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല. അപ്പം ദൈവത്തിൻ്റെ കൂടെ നമ്മൾ എവിടെ ഇരുന്നാലും, നമ്മൾ ടെൻറ്റിനകത്തോ സാറാ പുറത്ത് വരുന്നില്ല. അപ്പം നമ്മൾ ചില സ്ത്രീകൾ പറയത്തില്ലേ, ഓ ഞാൻ വീട്ടിൽ ജീവിച്ചിട്ട് ഞാനീ പുറത്ത് കിടന്ന് വീട്ടിൽ കിടന്ന് കഷ്ടപ്പെട്ടു. അറിയേണ്ടിയപ്പോൾ അവൻ അറിയും. റൂത്തിനെ അറിഞ്ഞില്ലേ, എസ്തറിനെ അറിഞ്ഞില്ലേ, സേറായെ അറിഞ്ഞില്ലേ, എലിസബത്തിനെ അറിഞ്ഞില്ലേ, കന്യാമറിയാനെ അറിഞ്ഞില്ലേ? ആരാ ദൈവം അറിയാം. വിളിക്കേണ്ട സമയത്ത് ദൈവം വിളിച്ചു മാറ്റാൻ വിശ്വസ്തനാണ്. ആ ഉറപ്പ് എന്ന് നമുക്ക് ദൈവം തരികയാണ്. കർത്താവ് പറയുന്നു, ദൈവം ഒരതിശയം ചെയ്യുമ്പോൾ ആ അതിശയത്തിന് മുമ്പിൽ ദുഷ്ടൻ ചിരിക്കാൻ ദൈവം അവസരം കൊടുക്കത്തില്ല. അവനെ എടുത്ത് ദൂരക്കളി. സാറാ പറയുന്നുണ്ട്, ദാസിയും ദാസിയുടെ മകനും പുറത്ത്. ഇതുവരെ നിന്നെ കളിയാക്കിക്കൊണ്ടിരുന്നവരെല്ലാം പുറത്തോട്ട് പോവുകയാണ്. നമ്മുടെ വിശ്വാസം ഇന്ന് വർദ്ധിക്കട്ടെ. എ സൺ ഓഫ് ലാഫ്റ്റർ, നമ്മുടെ കുടുംബത്തിൽ സന്തോഷത്തിൻ്റെ, സമൃദ്ധിയുടെ, അനുഗ്രഹത്തിൻ്റെ ദൈവം പിതാപുത്ര പരിശുദ്ധാത്മ കടന്നു വന്നിരിക്കുന്നു. അവൻ പറഞ്ഞ കാര്യം, നമ്മൾ ഏൽപ്പിച്ച കാര്യം അവൻ വിശ്വസ്തയോടെ ചെയ്തെടുക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവമേ, ഞങ്ങളെ അന്വേഷിച്ച്, ഞങ്ങളുടെ പേർ വിളിച്ച്, എവിടെയാണെന്ന് ചോദിച്ച് ഞങ്ങളെ മുൻപോട്ട് കൊണ്ടുവന്ന് അനുഗ്രഹിക്കുന്ന സ്നേഹത്തിന് സാറ ചിരിക്കുക ചെയ്തു. അടുത്ത കൊല്ലം ഈ വർഷം നിനക്കൊരു മകനുണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ ആദ്യ അവിശ്വാസം, എൻ്റെ പ്രായം കൊണ്ട്, നമ്മൾ ജഡിക തലത്തിൽ ചിന്തിക്കുമ്പം ദൈവം പറയുന്നതിനൊന്നിനും സാധ്യതയില്ല. പക്ഷെ ആത്മീക തലത്തിൽ നോക്കുമ്പം അസാധ്യമായിട്ടൊരു കാര്യമില്ലാത്തതിനാൽ അവിടുന്ന് ഞങ്ങളുടെ ഏത് പ്രശ്നമാണ് ഞങ്ങൾ നിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്, അതിന്മേൽ നീ ഉത്തരം തന്നിരിക്കുന്നതിനാൽ സ്തോത്രം. അത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണും. ജീവനോടെ ഇരുന്ന് ഈ ഭൂമിയിൽ വെച്ച് നിൻ്റെ മഹത്വത്തെ ഞാൻ വർണ്ണിക്കും. നേർച്ചകൾ നേർന്ന് നിൻ്റെ ആത്മാവ് ചെയ്ത വൻകാര്യങ്ങൾ മനുഷ്യരുടെ മുമ്പിൽ പറയുവാൻ ഞാൻ ഇട്ടയാക്കും. ആത്മാവിൻ്റെ ശക്തിയിൽ ദൈവം ചെയ്ത നന്മകൾ വിളിച്ചു പറയാൻ ഞങ്ങളുടെ നാവുകൾക്ക് ബലം തരും. ദൈവമേ, ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം എൻ്റെ ഭവനത്തിൽ നീ തന്നിരിക്കുന്നതിന് സ്തോത്രം. ഓരോ ഭവനത്തിലും ഇതിട്ട് കൊടുക്കുന്നതിന് സ്തോത്രം. ഒരു വിളവെടുപ്പ്, കണ്ണുനീരോടുകൂടെ വിതച്ചവൻ്റെ ഭവനങ്ങളിൽ ഒരു വലിയ വിളവെടുപ്പിൻ്റെ ആർപ്പാടം, ഒരു വലിയ ആർപ്പു വിളി ഇപ്പോൾ കേൾക്കുന്നതിന് സ്തോത്രം. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.